വാസുദേവായ. നമസ്കാരം. കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അപർണ മോഹൻ. ശ്രീമദ് ഭഗവത്ഗീതയുടെ കഴിഞ്ഞ ലക്കത്തിൽ 8-ാമത്തെ അധ്യായത്തിലെ 5 മുതൽ 8 വരെ ശ്ലോകങ്ങൾ നാം കണ്ടുകഴിഞ്ഞു. ഇനി 9ഉം 10ഉം ശ്ലോകങ്ങൾ ആശയപൂർത്തിക്കായി ഒരുമിച്ച് വായിക്കാം. കവിം പുരാണം അനുശാസിതാരം അണോരണീയാം സമനുസ്മരേദ്യ സർവസ്യ ധാതാരമചിന്യരൂപം ആദിത്യവർണം തമസഃ പരസ്താത് പ്രയാണകാലേ മനസാചലേന ഭക്ത്യാ യുക്തോ യോഗബലേന ചൈവ ഭ്രുവോർമധ്യേ പ്രാണമാവേശ്യ സമ്യക് സതം പരം പുരുഷമുപൈതി ദിവ്യം. അന്വയം: യോഗബലേന അചലേന മനസാ ഭക്ത്യാ യുക്തഃ യഃ പ്രയാണകാലേ പ്രാണം ഭ്രുവോർമധ്യേ സമ്യക് ആവേശ്യ കവിം പുരാണം അനുശാസിതാരം അണോഃ അണീയാംസം സർവസ്യ ധാതാരം അചിന്ത്യരൂപം ആദിത്യവർണം തമസഃ പരസ്താത് പുരുഷം അനുസ്മരേത് സഹ തം ദിവ്യം പരം ഏവ ഉപൈതി. അതായത്, യോഗബലത്താൽ ഏകാഗ്രത കൈവരിച്ച മനസ്സുകൊണ്ട് ഭക്തിപൂർവം ഏതൊരാൾ മരണസമയത്ത് പ്രാണനെ ഭ്രൂമധ്യത്തിൽ നിർത്തിയിട്ട് സർവജ്ഞനും ഒരിക്കലും നശിക്കാത്ത സത്യവസ്തുവായി നിലകൊള്ളുന്നവനും അതിസൂക്ഷ്മവസ്തുവായ അണുവിനേക്കാൾ സൂക്ഷ്മമായവനും സർവചരാചരങ്ങളുടെ നിയന്താവും പരമ ആശ്രയവുമായവനും അചിന്ത്യമായ രൂപത്തോടു കൂടിയവനും സൂര്യനെപ്പോലെ തേജസ്വിയും തമസ്സിന് അതീതനുമായ പരമാത്മാവിനെ നിരന്തരം ധ്യാനിക്കുന്നുവോ അവൻ ആ പ്രകാശമയമായ പരമാത്മാവിനെ തന്നെ പ്രാപിക്കുന്നു. ഇനി പ്രയാണകാലത്ത് എന്നതിന് മരണസമയത്ത് എന്ന വാച്യാർത്ഥം എടുക്കണമെന്നില്ല എന്നും ഒരു പക്ഷമുണ്ട്. അതായത്, അഹന്തയുടെ മരണവേള. അഹന്താമമതകൾ നശിച്ച് ശുദ്ധാന്തകരണമാകുന്ന ധ്യാനയോഗി പരമാത്മാവുമായി തന്മയീഭവിക്കുന്ന ഘട്ടത്തിലെ അനുഭൂതിയാണ് ഇവിടെ വിവരിക്കുന്നത് എന്നും അർത്ഥമെടുക്കാം. ശ്ലോകം 11. യദക്ഷരം വേദവിദോ വദന്തി വിശന്തി യദ്യതയോ വീതരാഗാഃ യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ പ്രവക്ഷ്യേ. അന്വയം: വേദവിദഃ യദ് അക്ഷരം വദന്തി വീതരാഗാഃ യതയഃ യദ് വിശന്തി യദ് ഇച്ഛന്തഃ ബ്രഹ്മചര്യം ചരന്തി തത് പദം സംഗ്രഹേണ തേ പ്രവക്ഷ്യേ. അതായത്, വേദജ്ഞന്മാർ അക്ഷരം, അതായത് നാശമില്ലാത്തതെന്ന് പറയുന്നതും എല്ലാ ആസക്തികളും വെടിഞ്ഞ യോഗികൾ പ്രവേശിക്കുന്നതും ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവർ ഇച്ഛിക്കുന്നതുമായ ആ പദത്തെ, ആ സ്ഥാനത്തെ ഞാൻ ചുരുക്കമായി നിനക്ക് പറഞ്ഞു തരാം. അടുത്ത 2 ശ്ലോകങ്ങളിലായി വിവരിക്കുന്ന പ്രണവോപാസനയുടെ ഉപക്രമമായ ശ്ലോകം കഠോപനിഷത്തിലെ ദ്വിതീയ വല്ലി 15-ാം മന്ത്രത്തിൻ്റെ രൂപഭേദമാണ്. സർവദ്വാരാണി സംയമ്യ മനേ ഹൃദി നിരുദ്ധ്യ ച മൂർധ്ന്യാധായാത്മനഃ പ്രാണം ആസ്ഥിതോ യോഗധാരണാം ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമനുസ്മരൻ യഃ പ്രയാതി ത്യജൻ ദേഹം സ യാതി പരമാം ഗതിം. അന്വയം: യഃ സർവദ്വാരാണി സംയമ്യ ഹൃദി മനഃ നിരുദ്ധ്യ ച ആത്മനഃ പ്രാണം മൂർധ്നി ആധായ യോഗധാരണാം ആസ്ഥിതഃ ബ്രഹ്മ ഓം ഇതി ഏകാക്ഷരം വ്യാഹരൻ മാം അനുസ്മരൻ ച ദേഹം ത്യജൻ പ്രയാതി സഹ പരമാം ഗതിം യാതി. അതായത്, യാതൊരുവൻ ദശേന്ദ്രിയങ്ങളെയും വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് മനസ്സിനെ ഹൃദയത്തിൽ അടക്കി പ്രാണനെ മൂർധാവിൽ ഉറപ്പിച്ച് യോഗനിലയെ, അതായത് ചിത്തവൃത്തികളെ അന്തരാത്മാവിൽ ഉറപ്പിക്കുന്ന നിലയെ പ്രാപിച്ച് ബ്രഹ്മവാചകമായ ഓം എന്ന അക്ഷരത്തെ ഉച്ചരിച്ചുകൊണ്ടും
എന്നെ ധ്യാനിച്ചുകൊണ്ടും ദേഹം വിട്ടു പോകുന്നുവോ അവൻ പരമപദത്തിൽ എത്തുന്നു. ഒരു യോഗിയുടെ പരമപദപ്രാപ്തിയാണ് ഇവിടെ വിവരിച്ചത്. ഓംകാരം ബ്രഹ്മവാചകവും ഉപാസനയ്ക്കും ധ്യാനത്തിനുമുള്ള ബ്രഹ്മപ്രതീകവുമാണ് എന്നും നമുക്ക് മനസ്സിലാക്കാം. ഉചിതമായ ഈശ്വരസ്മരണയെക്കുറിച്ച് ഭഗവാൻ വിവരിക്കുന്നത് തുടർന്നുള്ള ലക്കങ്ങളിൽ കേൾക്കാം. ഇതി ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം.